ഹലോ മുത്തുമണീസ്, എന്റെ സ്വന്തം മാനിയൻ അനിയത്തിമാരെ, മക്കളെ SLCയുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങി അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? എന്താ മക്കളെ അവസ്ഥ അല്ലേ? ചിലവരൊക്കെ പറയുന്നുണ്ട് സാർ ടെൻഷനാണ്, ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ വേണ്ടി ഇരിക്കും പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല. മക്കളെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇത് കാലാകാലം ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാവില്ല കേട്ടോ. ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് തീർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. അപ്പോഴേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ കേട്ടോ. പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവൂടാ, എല്ലാവർക്കും ഉണ്ടാവും. അത് തീർക്കാനും നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ടാ അല്ലേ? നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ടാ മക്കളെ ഇതൊക്കെ പറ്റുക? അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ച് ഇരുന്നങ്ങോട്ട് പഠിക്കണം. ഒരു പേടിയും പഠിക്കണ്ട. കളിക്കുന്ന സമയത്ത് കളിച്ചോ, എന്റർടൈൻമെന്റ് ചെയ്യേണ്ട സമയത്ത് എന്റർടൈൻമെന്റ് ചെയ്യുന്നേ വേണം. അത് മാറ്റി വെക്കുന്ന പരിപാടിയില്ല. അത് മാറ്റി വെച്ചിട്ട് 24 മണിക്കൂർ പഠിക്കാൻ നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ എന്ത് ചെയ്തോളൂ, അവരെ വാക്ക് നിങ്ങൾ കേൾക്കേ വേണ്ട. നിങ്ങൾ 1 മണിക്കൂർ പഠിച്ചാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുത്തോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ 15 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. അതിലാണ് കാര്യം. അല്ലാതെ 15 മിനിറ്റ് പിന്നെ 50 മിനിറ്റ് ആയിട്ട് പോകരുത്, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ പഠിച്ച് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്ന സമയത്ത് എന്റർടൈൻ ചെയ്യുന്നേ വേണം. ഓക്കെ, ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാൻ പോകണം, അത് തോന്നുകയാണെങ്കിൽ പോകണം. അതുപോലെ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നു, ഡാൻസ് കളിക്കണം. പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ട്, പാട്ട് കേൾക്കണം. അതും വേണ്ട മക്കളെ. ലൈഫ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ, ലൈഫ് ആകെ ഒന്നുള്ളൂ. അപ്പോൾ അതും എൻജോയ് ചെയ്യണം. ഇതെന്തിനാ? ഇത് ഫ്യൂച്ചറിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മൾ പഠിക്കുന്നതും കഷ്ടപ്പെടുന്നതൊക്കെ എന്തിനാ? ഫ്യൂച്ചറിൽ നമുക്ക് ഇതുപോലെ എൻ്റർടൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ എന്ത് വേണം? നല്ലൊരു ജോലി വേണം, നല്ലൊരു സാലറി വേണം, നല്ലൊരു പൈസ വേണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുന്നു. സെറ്റാണേ? അപ്പോൾ പലർക്കുള്ള ഡൗട്ട് അല്ലേ, SLCയിൽ പഠിക്കുമ്പോൾ പലർക്കുള്ള ഡൗട്ടായിരിക്കും, A+ കിട്ടാൻ എത്ര മാർക്ക് വേണം, A+ കിട്ടണമെങ്കിൽ എത്ര മാർക്കാണ് നമുക്ക് വേണ്ടത് എന്നുള്ള പ്രശ്നം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് മക്കളെ മുത്തുമണീസേ ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സ് നിങ്ങൾ SLCയിൽ പഠിക്കുന്ന എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. കാരണം എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ചിലപ്പോൾ നിങ്ങളുടെ എക്സാം, നിങ്ങളുടെ സ്കൂളിലൊക്കെ ചാപ്റ്റർ വൈസ് എക്സാമും അല്ലെങ്കിൽ വല്ല യൂണിറ്റ് ടെസ്റ്റോ അല്ലെങ്കിൽ 20 മാർക്കിൻ്റെയോ ഒക്കെ എക്സാമുകൾ നടത്തും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതിനിപ്പോൾ എനിക്ക് എക്സാം നടത്തി കഴിഞ്ഞാൽ എൻ്റെ ഗ്രേഡ് ഏതാണെന്ന് അറിയില്ല. അപ്പോൾ ഗ്രേഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതും കൂടി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, A+ ഉണ്ടോ നിങ്ങൾക്ക് എന്ന് പരീക്ഷിക്കാനുള്ളൊരു ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടൈപ്പ് 2 മാർക്കിൻ്റെ എക്സാമുകളാണ് കൂടുതൽ നടക്കാറ് അല്ലേ. 80 മാർക്കിൻ്റെ എക്സാം ഉണ്ടായിരിക്കും, 40 മാർക്കിൻ്റെ എക്സാം ഉണ്ടായിരിക്കും അല്ലേ. ചില സബ്ജക്റ്റുകളൊക്കെ 80 മാർക്കായിരിക്കും, ചില സബ്ജക്റ്റുകളൊക്കെ 40 മാർക്കായിരിക്കും. അപ്പോൾ ഈ മാർക്ക്, ഇതിൽ എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് A+ ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 80 മാർക്കുള്ള ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ? ഏതൊക്കെയാണത്? ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്. 3 സബ്ജക്റ്റുകളായിട്ടുള്ള ഈ 3 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? 80 മാർക്കിന് എക്സാം വരുന്നത്. ഇതിൽ നിങ്ങൾ 80 മാർക്ക് മാത്രമല്ല സത്യത്തിൽ ഇതിൽ കൂട്ടുന്നത്, 20 മാർക്ക് C മാർക്കും കൂടി ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തം 100 മാർക്കിലായിരിക്കും നിങ്ങളുടെ എക്സാം ഉണ്ടാവുക. ഓക്കെ, A+ കിട്ടണമെങ്കിൽ ഏതൊരു എക്സാം ആയാലും അതിൽ 90% നിങ്ങൾ വാങ്ങിയിരിക്കണം. 90% വാങ്ങുന്ന ഒരാൾക്കേ A+ കിട്ടുള്ളൂ. അപ്പോൾ 100ൻ്റെ 90% എത്ര? 90 തന്നെ. 90 വാങ്ങിയിരിക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾ 20, ഈ C മാർക്ക് നിങ്ങൾക്ക് ടീച്ചേഴ്സ് ആണ് ഇട്ട് തരേണ്ടത്. ഇതിൽ നിങ്ങൾ 20ഉം ടീച്ചേഴ്സ് ഇട്ട് തരണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ ടീച്ചേഴ്സ് ഇട്ട് തരുമോ? മകളെ, അവർ ചിലപ്പോൾ അവരോട് എന്ത് ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ തല്ലാനും പിടിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോകരുത് കേട്ടോ. ഒരു മാന്യമായിട്ടുള്ളൊരു ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ 20 മാർക്ക് അവരിട്ട് തരും. ചിലപ്പോൾ അസൈൻമെൻറ്റ് എഴുതിയില്ലെങ്കിൽ മാർക്ക് കുറയ്ക്കും, C മാർക്ക് കുറയ്ക്കും, അങ്ങനെയൊക്കെ അവർ പറഞ്ഞാൽ പോലും ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് അതൊന്നും ചെയ്യില്ല. ഒരു 75% ടീച്ചേഴ്സും അതൊന്നും ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും 20 മാർക്ക് ഇട്ട് തരും. പക്ഷേ അവരോട് എന്ത് ചെയ്യരുത്? അവരോട് അങ്ങനെ ഒരു ടീച്ചറിൻ്റെ പാരൻസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന ടീച്ചേഴ്സാണ്. ആ ടീച്ചേഴ്സിനോട് അങ്ങനെ പോയിട്ട് എതിർക്കുന്നവർക്കൊന്നും ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല. ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ അറിയാലോ എന്തൊക്കെ നടക്കുന്നതെന്ന്. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ നോർമലായിട്ടാണ് അവരോട് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 20 മാർക്ക് എന്ത് ചെയ്യും? എന്തായാലും കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൽ 80ൽ 70 വാങ്ങിയാൽ മതി. അതായത് 70ഉം 20ഉം നിങ്ങൾക്ക് 90 ആയിക്കോളും. ഇവിടെ 19 ആയി കഴിഞ്ഞാൽ ഇവിടെ 71 വാങ്ങേണ്ടി വരും. ഇവിടെ ഇതായി കഴിഞ്ഞാൽ ഇവിടെ 72 വാങ്ങേണ്ടി വരും. അത് എന്താണ്? അത് ഇവിടെ എത്ര കുറയുന്നു അതിനനുസരിച്ച് നിങ്ങൾ വാങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു 70 to 72 നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ്. C മാർക്ക് ഇനിയിപ്പോൾ 1 or 2 കുറഞ്ഞാലും പ്രശ്നമില്ല, അത് കുറയൊന്നുമില്ല കേട്ടോ. അങ്ങനെ പേടിക്കൊന്നും വേണ്ട, കുറയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ 80 മാർക്കുള്ള എക്സാമിന് 70 മാർക്ക് വാങ്ങിയാൽ C മാർക്ക് 20 കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? A+ ആയി. പക്ഷേ 70 to 72 C മാർക്ക് കുറയുന്ന എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ കൂട്ടി വാങ്ങേണ്ടി വരും. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ
40 മാർക്കാണ് എക്സാം. 40 മാർക്കിന് എക്സാമുകളുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാ? നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി അല്ലേ, നമ്മുടെ കെമിസ്ട്രിക്ക് 40 മാർക്കാ. ബയോളജി, ലാംഗ്വേജ് 1 അല്ലേ, മലയാളം, അറബിക്, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെ, സംസ്കൃതം ഒക്കെ. പിന്നെന്താ, മലയാളം സെക്കൻഡ്, ലാംഗ്വേജ് സെക്കൻഡ്, പിന്നെ ഹിന്ദി. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ 40 മാർക്കാണ്. ഇതിൽ എത്ര മാർക്ക് വാങ്ങണം? ഇതിന് 10 മാർക്കാണ് സി മാർക്ക് ഉണ്ടാവുക. അങ്ങനെ മൊത്തം 50 മാർക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ എഴുതുന്ന 40നും പിന്നെ 10 മാർക്ക് സി മാർക്കും. അതിൽ നമ്മൾ 45% അല്ലേ, അതായത് അതിന്റെ 90, 50ന്റെ 90% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 മാർക്ക് എന്ത് ചെയ്യണം? ഇത് ചാടിപ്പോയി. 45 മാർക്ക് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? A+ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ്, ഇതിൽ 10 കിട്ടിക്കഴിഞ്ഞാൽ എത്ര വാങ്ങിയാൽ മതി? 35 വാങ്ങിയാൽ മതി. അങ്ങനെ 45 ആയിക്കോളും. ഇനി അതല്ല, ഇതിൽ 9 കിട്ടുന്നുള്ളെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇത് 36 വാങ്ങേണ്ടി വരും. 9 ആണെങ്കിൽ 36, എന്നാലേ എന്താവുള്ളൂ? 45 ആവുള്ളൂ. ഓക്കെ, സി മാർക്ക് അങ്ങനെ കുറയാറില്ല. നിങ്ങൾ നല്ല ഉടായിപ്പോ അങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ച് നിങ്ങളെ കയ്യിലിരിപ്പോണ്ട് കുറഞ്ഞാലേ ഉള്ളൂ. അല്ലെങ്കിൽ നോർമൽ കേസിൽ എന്ത് ചെയ്യാറില്ല? കുറയാറില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനിയിപ്പോൾ ഏതൊരു എക്സാം 20 മാർക്കൊക്കെ എക്സാം നടത്തിയിട്ട് നിങ്ങൾക്ക് 90% കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 20 മാർക്കിൻ്റെ എക്സാം ഉണ്ട് 90% എങ്ങനെ കാണാം? 90/100 ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 18, ഏകദേശം ഒരു 18 സംതിങ് വരും അല്ലേ? രണ്ട് നോക്കി 18 വരും. ഇവിടെ വെട്ട ദുമ്പട്ട 9 20 18 അല്ലേ? 18 വരും. അപ്പൊ 18 മാർക്ക്. അപ്പൊ എത്ര മാർക്കിനാണോ നിങ്ങൾക്ക് എക്സാം നടത്തുക? ഇനിയിപ്പോൾ 10 മാർക്കിനാണെങ്കിൽ 9 വരും. 9 ആണ് 90%. 10 മാർക്ക് ആകുമ്പോൾ 9 വാങ്ങേണ്ടി വരും A+ ആവണമെങ്കിൽ. അപ്പൊ അങ്ങനെ എത്ര മാർക്ക് ഏത് എക്സാം നടത്തിയാലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും. 90% ആവുണ്ടോ നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് എന്താണ്? A+ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ 80% ആണെങ്കിൽ എന്തായിരിക്കും? A ആയിരിക്കും. ഓക്കെ, 70 ആണെങ്കിൽ എന്തായിരിക്കും? B+ ആയിരിക്കും. അങ്ങനെ നോക്കാം. ഓക്കെ, ഓരോ 10% വെച്ചിട്ട് എന്ത് ചെയ്യുക? കുറച്ച് നോക്കാം. ഇനി നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഇനി സാറേ A+ മാത്രമല്ലല്ലോ, മറ്റ് ഗ്രേഡുകളൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുന്നവർക്ക് നമ്മളിപ്പോൾ ഇതൊന്നും ഇപ്പം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. A+ മാത്രം ഇപ്പം മനസ്സിലായാൽ മതി. കാരണം നമുക്ക് A+ മതി കേട്ടോ. A+ ആണ് ഇപ്പോൾ മെയിൻ കേട്ടോ. ഇത് സി മാർക്ക് ഇല്ലാതെ എത്ര മാർക്ക് എന്നുള്ളതാണ്. സി മാർക്ക് ഇല്ലാതെ 40 എത്ര വാങ്ങണം, 80 എത്ര വാങ്ങണം എന്നുള്ളതാണ്. സി മാർക്ക് ഇല്ലാതെ കേട്ടോ. ഇനി അടുത്തത് ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു സംഭവം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കാരണം സി മാർക്കും കൂടി കൂട്ടിയിട്ടുള്ള സംഭവം നിങ്ങൾ നോക്കിയാൽ മതി. മറ്റത് 72/80 സി മാർക്ക്. ഇനി 1 2 കുറഞ്ഞ 72 വേണമല്ലോ, അതുകൊണ്ട് 72/80 എന്ന് എഴുതിയതാണ്. A+ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 100 മാർക്കിന് എക്സാം ആണെങ്കിൽ 100 മാർക്കിന് എക്സാം ആണ് 90 മുതൽ 100 വരെ വാങ്ങണം. ഓക്കെ, മറ്റേതാണെങ്കിൽ 45 മുതൽ 50 വരെ. ഓക്കെ, എന്നിട്ട് 40 മുതൽ 44 വരെയാണെങ്കിൽ എന്തായിരിക്കും? A ആയിരിക്കും. അവിടെ എന്താ 80 മുതൽ 89 വരെയാണെങ്കിലും A ആയിരിക്കും. അടുത്ത ഏതാ? B+ ഇത്. ഓക്കെ, അടുത്തത് ഏതാ? ഡിയും ഇയും കണ്ടോ? ലാസ്റ്റത്തെ 2 ഇത് കിട്ടിയാൽ നിങ്ങൾ ഫെയിലായി. ഇതൊന്നും കിട്ടില്ല കേട്ടോ. അതൊന്നും ആർക്കും കിട്ടാതിരിക്കട്ടെ. ഓക്കെ, ആഗ്രഹത്തോടെ ഇത് കാണുന്ന എല്ലാ മക്കൾക്കും ഇത് കിട്ടുന്നുണ്ടാവില്ല. കാരണം ഇതൊന്നും ഇല്ലാതെ SSLCയിലെ ഒരു ഐഡിയ ഇല്ലാതെ ഇരിക്കുന്നവർക്കായിരിക്കും D ഒക്കെ E ഒക്കെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. 70 മുതൽ 72 വരെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. 72 വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക 80 മാർക്കാണെങ്കിൽ. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ എക്സാം ആണെങ്കിൽ 35 to 36 വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. 36 വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അതാവുമ്പോൾ നിങ്ങൾ സേഫാണ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. A+ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സംശയം ഇപ്പം മാറി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ, IT-ൻ്റെ എക്സാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. IT എക്സാം എങ്ങനെയാണ്, IT എക്സാം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും റെഡ് ഹാർട്ട്, എൻ്റെ പൊന്നുമക്കൾ, എൻ്റെ അനിയത്തിമാർ റെഡ് ഹാർട്ട് എനിക്കായിട്ട് തരിക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് കേട്ടോ നല്ല വ്യൂസ് തരിക. ഈ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് അവർ കാണുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ട വ്യൂസ് ഒക്കെ. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനത്തെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് SSLCനെ പറ്റിയിട്ട് ഇന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ മക്കളെ, സി യു.